ഇന്ത്യയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും എല്ലാ മതത്തിലുംപ്പെട്ട ആൾക്കാരും അവരെല്ലാവരും അവരെ സാമ്പത്തികമായിട്ട് ഉയർന്നു വന്നിരിക്കുന്നു. അതുപോലെ ശാസ്ത്രീയമായിട്ടുള്ള അവരുടെ പഠനം ഇങ്ങനെയുള്ള തീവ്ര മതചിന്തകളിൽ നിന്ന് അവരെ മാറ്റിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ലക്ഷണം തന്നെയായിട്ട് ഇതിനെ കണക്കാക്കാൻ ഒക്കുള്ളൂ. അതുതന്നെയല്ല, വൈറ്റ് കോളർ ടെററിസ്റ്റിൻ്റെ ഒരു സംഘം ജെയ്ഷെ മുഹമ്മദ് അവർ ഇറാഖിൽ പോയി ഉഗാസയായിട്ട് ബന്ധപ്പെട്ട് ഒരു സംഘടന ഇന്ത്യയിലെ രഹസ്യമായി രൂപീകരിച്ചിരുന്നു. അതിൽപ്പെട്ടവരാണ് ഡോക്ടർ ഉമർ. അതിൽപ്പെട്ടവർ തന്നെയാണ് 3-4 ഡോക്ടേഴ്സ് ഇപ്പം കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്തത്. NIA കൃത്യമായിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആ തീവ്രവാദികളെ മാത്രം ഉൾപ്പെടുത്തി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ല കാര്യം തന്നെയാണ്. കാരണം മുസ്ലിം സമുദായത്തിലുള്ളവർ മനസ്സിലാക്കണം, ഇതിനകത്തൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ അതിലേറ്റ് കേസിൽ പ്രതിയാവും, എക്സിക്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ വെടിവെച്ച് പിടിക്കും, അല്ലെന്നുണ്ടെങ്കിൽ തൂക്കിക്കൊലയ്ക്ക് സമാനമായ ശിക്ഷ കിട്ടും, ഇല്ലെന്നുണ്ടെങ്കിൽ ജയിൽവാസമാണ്. അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങി. തീവ്രമായ ചിന്താഗതി, മതചിന്താഗതി നല്ലതല്ല. മനുഷ്യൻ്റെ ഉയർച്ചയ്ക്ക്, അവരെ ആത്മീയതയ്ക്കും, അവരെ ദൈവവിശ്വാസമുള്ളവർ ആ രീതിയിൽ പോകുന്നതിനൊന്നും ഒരു രാജ്യത്തും തടസ്സമില്ല. ഇതുപോലുള്ള തീവ്ര ചിന്തകൾ വെച്ച അപക്വമായ ചിന്താഗതിയായിട്ട് വിദ്യാഭ്യാസമുള്ള, പ്രത്യേകിച്ച് ഡോക്ടറുള്ളവരൊക്കെ ഇങ്ങനെ പോകുന്നത് ശാസ്ത്രലോകത്തെ പറ്റിയൊന്നും വലിയ വിവരമില്ലാത്തത് കൊണ്ടാണ് എന്നും പറയേണ്ടി വരും. എന്തായാലും ഇപ്പം NIA കണ്ടെത്തിയിരിക്കുന്നത് ഇതൊരു ചാവേർ ആക്രമണമാണ്. ചാവേർ ഒരാളെ കണ്ടെത്താൻ പരാജയപ്പെട്ട് അത് തന്നെയാണ് ഇതിന് പ്രതിവിധി എന്ന് ഉറച്ചു വിശ്വസിച്ച ഡോക്ടർ ഉമർ അവസാനം ചാവേറാകുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. അത് തന്നെയാണ് ചെങ്കോട്ടയിൽ ഉണ്ടായെന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റായ NIA അന്വേഷണത്തിൻ്റെ വിവരം പുറത്തുവിട്ടപ്പോൾ മനസ്സിലാക്കുന്നത് നമ്മൾ. എന്തായാലും കുട്ടികളെ പലരും ഇതുപോലെ ക്യാൻവാസ് ചെയ്യാൻ ആൾക്കാർ വരും, സാമ്പത്തികമായിട്ട് ധനസഹായം കൊടുക്കും. ചിലർ സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്നവർ അതിനകത്ത് വീണ് ചിലപ്പം കുറേയൊക്കെ ഇവരുടെ പിന്നാലെ പോയെന്ന് വരും. പക്ഷേ ഇവിടെ ഈ വൈറ്റ് കോളർ ടെററിസ്റ്റ് ഗ്രൂപ്പിലായിട്ട് പെട്ട ഡോക്ടേഴ്സിനും അവരുടെ പഠനത്തിന് അവർ വയ്ക്കുന്ന കാറുകൾക്കൊക്കെ ഫണ്ട് ഇവിടുന്ന് കിട്ടി എന്നുള്ളത് NIA അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ രാജ്യത്തു നിന്ന് തന്നെ ഫണ്ട് സംഘടിപ്പിച്ചോ, വിദേശത്തു നിന്ന് വന്നോ, അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് ഫണ്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തോ, ഏതായാലും കാറ് വാങ്ങിച്ച 4 കാറോളം വാങ്ങിച്ചിട്ടുണ്ട്. എങ്ങനെയായാലും ആ 4 കാറിന് ഏതായാലും നല്ല കണ്ടീഷനുള്ള കാറുകളാണ്. 10-20 ലക്ഷം രൂപ വന്നിട്ടുണ്ടാവും. ഇവരുടെ പഠനത്തിന് ഒക്കെ സഹായിക്കത്തക്ക രീതിയിലുള്ള പണം വന്നിട്ടുണ്ട്. അതുപോലെ വിദേശത്ത് അങ്കാറയിൽ പോയി വരാനുമൊക്കെ ഉള്ള സാമ്പത്തികം എങ്ങനെ ലഭിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം കാര്യങ്ങൾ NIA പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തീവ്ര മതവികാരം ഒക്കെ ഉള്ളവർ മാറി സഞ്ചരിക്കേണ്ട ആധുനിക യുഗത്തിലേക്ക് എത്തി നമ്മൾ. അതുകൊണ്ട് ആ രീതിയിൽ കുട്ടികളാരും ഇനി അങ്ങനെ സഞ്ചരിക്കരുത്, മരണം വരിക്കരുത്. കാരണം അബദ്ധമാണ്. അത് ഒരു മത മേധാവികളോ അല്ലെങ്കിൽ ഒരു മതഗ്രന്ഥങ്ങളോ ആത്മഹത്യയുടെ കാര്യമൊന്നും പറയുന്നില്ല. അതുകൊണ്ട് മതതീവ്രമായിട്ടുള്ള ചിന്താഗതി ഉള്ളവരൊക്കെ ആ രീതിയിൽ ചിന്തയിൽ നിന്നും പിന്മാറി അവരെ ആത്മീയതയിൽ തന്നെ ആ മതത്തിൻ്റെ ചട്ടക്കൂട്ടിനകത്ത് നിൽക്കുന്നതാണ് ഉചിതം. അങ്ങനെ രീതിയിലുള്ള ഒരു ലൈഫാണ് ആവശ്യം. ഇതുപോലുള്ള തീവ്ര ചിന്തകളുള്ള ഭീകരപ്രവർത്തനത്തിന് അട്രാക്ട് ചെയ്യുന്ന ധാരാളം കുട്ടികളുണ്ടാവാം. പക്ഷെ അവരൊക്കെ സാംസ്കാരികമായ ഉന്നത നിലവാരം അവർക്ക് ലഭിക്കണം. സ്കൂളുകളിൽ നിന്നൊക്കെ ശാസ്ത്രബോധം നന്നായിട്ടുണ്ടാകണം. എങ്കിൽ മാത്രമേ കുട്ടികൾ ഈ വഴിക്ക് സഞ്ചരിക്കാതെ അവർ ഒരു രാജ്യത്തിലെ ഉത്തമ പൗരന്മാരായിട്ട് മുന്നോട്ട് പോകുകയുള്ളൂ. അങ്ങനെ അതിന് സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്.